വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലിക്ക് യുവർ ഹാർട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി ഡ്രാമയുടെ സ്റ്റോറി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറേ കാലമായില്ലേ ഈ ചാനലിലൂടെ ഒരു ഡ്രാമയുടെ സ്റ്റോറിയൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സൗത്ത് കൊറിയൻ ഡ്രാമയാണ് കേട്ടോ. നോൺ മീനയാണ് ഇതിലെ പ്രധാന കഥാപാത്രം വരുന്നത്. ഇതിൽ 4 ഹീറോസാണ് വരുന്നത്. അവരെക്കുറിച്ച് ഇനി പിന്നീട് പറയാം. അപ്പോൾ പുതിയ സ്കൂളിലേക്ക് കയറി വരുന്ന മീനയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുമാത്രമല്ല ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ കഥ കേട്ടാലോ? അവളെക്കുറിച്ചുള്ള റൂമേഴ്സ് സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം അറിഞ്ഞിരിക്കുന്നു. അവൾ തൊടുന്നതെല്ലാം നാശമാകും, അത് മനുഷ്യരായാൽ പോലും. ഇത് കേട്ട അവളുടെ ഹോം റൂം ടീച്ചർ പേടിച്ച് വിറച്ചാണ് അവളെ ക്ലാസ്സിലേക്ക് കയറ്റുന്നത്. അവൾ സ്വയം പേര് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവൾ എപ്പോഴും വീഴും, അത് തട്ടി കൂടെയുള്ളവരും വീഴുമെന്നൊക്കെ അവൾ പറയുന്നു. കുട്ടികളെല്ലാം അവളെ അവഗണിക്കുന്നു. ഒരു മൂലയിലുള്ള സീറ്റിലിരുന്നോളാനാണ് ടീച്ചർ അവളോട് പറയുന്നത്. അവളുടെ പഴയ ഒരു സുഹൃത്തും ആ ക്ലാസ്സിലുണ്ട്, പഠിപ്പിസ്റ്റായ കിം ഡാവൺ. അവൻ സ്കൂളിലെ റേഡിയോ ആങ്കറാണ്. ആ ഗ്രൂപ്പിൽ പുതിയ ആളായി മീനയെ ചേർക്കുന്നത് മെമ്പേഴ്സിന് തീരെ പിടിച്ചിട്ടില്ല. അവളുടെ കഴിവ് തെളിയിക്കാൻ അവരുടെ ക്ലാസ്മേറ്റും ബേസ്ബോൾ പ്ലെയറുമായ കിം റോ വൂണിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ മീനയെ ഡാവൺ ഏൽപ്പിക്കുന്നു. ഗ്രൗണ്ടിലെത്തിയ അവൾ അവനെ കാണുന്നു. ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഒരു പെൺകുട്ടി അവന് വെള്ളമൊക്കെ കൊടുത്ത് അവനെ പരിപാലിക്കുന്നു. അവൾ എന്ത് സുന്ദരിയാണെന്നൊക്കെ മീന ചിന്തിക്കുന്നുണ്ട്. തിരിച്ച് കളിക്കളത്തിലിറങ്ങിയ റോവൂൺ തനിക്ക് വിലങ്ങതടിയായി വടിയിൽ നിൽക്കുന്ന മീനയെ അവിടുന്ന് ഓടിക്കുന്നു. റെസ്റ്റ് എടുക്കാൻ പോയ റോവൂണിൻ്റെ പിന്നാലെ നടന്ന് അവൾ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. മീന തൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നവൻ അറിയുന്നു. അവൻ്റെ ക്ഷീണം കണ്ടവൾ ഇൻ്റർവ്യൂ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞത് കേട്ടവൻ ഇൻ്റർവ്യൂ അപ്പോൾ തന്നെ എടുക്കാമെന്ന് പറയുന്നു. മീനയ്ക്ക് നേരെ വന്ന ബോൾ കൈകൊണ്ട് പിടിച്ച റോവൂണിൻ്റെ കൈക്ക് പരിക്ക് പറ്റുന്നു. ഇതെല്ലാം റേഡിയോയിലൂടെ സ്കൂൾ മൊത്തം അറിയുന്നു. മീനയെ ബേസ്ബോൾ ടീമിൻ്റെ അടുത്ത് വരുന്നതിൽ നിന്നും വിലക്കുന്നു. ഇതെല്ലാം കേട്ട് മീന അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ അന്വേഷിച്ച് ബേഗ് ജൂഹോ എന്ന തഗ് വരുന്നുണ്ടെങ്കിലും അവൾ ക്ലാസ്സിലുണ്ടായിരുന്നില്ല. ഡാവൺ ആകട്ടെ റേഡിയോയിലൂടെ അവൾ എവിടെയുണ്ടെങ്കിലും പ്ലേ ഗ്രൗണ്ടിൽ എത്തണമെന്ന് അറിയിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന മീനയുടെ അടുത്തേക്ക് ഡാൻസറായ കങ്ഷാനി വരുന്നുണ്ട്. അവൻ അവളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അവൾ സുന്ദരിയാണെന്നൊക്കെ അവൻ പറയുന്നതിനിടയിൽ ലോക്കർ റൂമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവൾക്കൊരു മെസ്സേജ് വരുന്ന സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.